ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. ഞങ്ങളൊരു 10 ഡേയ്സാണ് പ്ലാൻ ചെയ്ത് പോയത്. നമ്മൾ വല്ല പാക്കേജോ ഏജൻസി വഴി ഒന്നും അല്ല കേട്ടോ പോയത്. ആക്ച്വലി നമ്മുടെ ഒരു കസിൻ ഫാമിലി സിംഗപ്പൂരുണ്ട് കേട്ടോ. നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അവരാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത് ഞങ്ങൾ പാക്കേജ് ഏജൻസി ഒന്നും ഇല്ലാതെ തന്നെ വരാനായിട്ട്. ആക്ച്വലി അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടേതായ ഓൺ ടൈം കിട്ടും. എക്സ്പ്ലോർ ചെയ്യാൻ അതിൻ്റെതായ ഒരു സുഖം ഉണ്ടാവും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് നമുക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഓരോ സമയത്ത് ഓരോന്നാണ് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഞങ്ങൾക്ക് പോകുമ്പോൾ ഏകദേശം 30K ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ റിട്ടേൺ ടിക്കറ്റ് ഞങ്ങൾക്ക് ഏകദേശം 16K, അത്രയും കുറവായിട്ടാണ് കിട്ടിയത്. ആക്ച്വലി സിംഗപ്പൂർ ഞങ്ങൾക്ക് സെപ്പറേറ്റ് സ്റ്റേ ഒന്നും വേണ്ടി വന്നില്ല, കാരണം നമ്മൾ കസിൻ്റെ കൂടിയാണ് നിന്നത്. ആൻഡ് നമുക്കറിയാം സിംഗപ്പൂർ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും, കാരണം വിസ ടിക്കറ്റ് വേറെ എമൗണ്ട് വരും. പക്ഷെ മലേഷ്യ ആണെങ്കിൽ നമുക്ക് വിസ ഇല്ല, ഇന്ത്യക്കാർക്ക് ഫ്രീ ആണ്. സോ ഡേ 1 ഞങ്ങൾ ഫസ്റ്റ് പോയത് മെർലിയൻ പാർക്കിലേക്കാണ് കേട്ടോ. ആക്ച്വലി ഈവനിങ് ആണ് ഇതിന് ബെസ്റ്റ് ടൈം കേട്ടോ ഈ പാർക്കിലേക്ക് വരാനായിട്ട്. സിംഗപ്പൂർ സിറ്റീൻ്റെ ഒരു പാനോറമിക് വ്യൂ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ് അത് രാത്രി കാണാനായിട്ട്. സിംഗപ്പൂരിൻ്റെ ഐക്കോണിക് സ്റ്റാറ്റു ആയ ഈ മെർലിൻ സ്റ്റാറ്റു നേരെ ഓവർലുക്ക് ചെയ്യണത് നമ്മുടെ മരീന ബേക്കാണ്. പിന്നെ അവിടെ നമുക്ക് ചുറ്റും നടക്കാനായിട്ട് ഒരു ബ്രോഡ്വേ വോക്ക് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അത് നേരെ എത്തിക്കുന്നത് നിറയെ റെസ്റ്റോറൻറ്റുകളും പിന്നെ നല്ലൊരു മാളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് ആപ്പിൾ സ്റ്റോറും അവിടെ തന്നെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് നേരം അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി വാട്ടർ ഷോ കാണാം കേട്ടോ. സ്പെക്ട്ര വാട്ടർ ഷോ എന്നാണ് അതിൻ്റെ പേര്. സൺഡേ ടു തേഴ്സ്ഡേ 8 PM 9 PM 2 ഷോയാണുള്ളത്. അതുപോലെ തന്നെ ഫ്രൈഡേ സാറ്റർഡേ 3 ഷോ ആണുള്ളത്. ഓരോ ഷോയും 15 മിനിറ്റാണ് കേട്ടോ അതിൻ്റെ ടൈം വരുന്നത്. പിന്നെ ഇത് ഫ്രീ കോസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല വേർത്തായിട്ടുള്ള വ്യൂ തന്നെയാണ് കേട്ടോ, കാരണം നല്ല ഒരു സിറ്റിന് നടുക്ക് നമുക്ക് പറ്റി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ ഒരു വ്യൂ ആണത്. പിന്നെ നമ്മുടെ ചേച്ചി അവിടുത്തെ അടിപൊളി ഹോം ബേക്കറാണ് കേട്ടോ. സോ ചേച്ചീൻ്റെ കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഡെലിവർ ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡേ അടുത്ത സ്പോട്ട് കാണാനായിട്ട് പോയത്. നമ്മൾ ആദ്യം പോയത് ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു മാളിലേക്കാണ്. ആക്ച്വലി നമ്മളത് നടന്നിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ നമുക്ക് സിംഗപ്പൂർ നമ്മളൊരു വാക്കിംഗ് എക്സ്പീരിയൻസും കൂടി കിട്ടിയല്ലോ, കാരണം അവിടുത്തെ റൂൾസൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. പിന്നെ നമ്മൾ പോയത് ചീപ്പസ്റ്റ് ഷോപ്പിംഗ് സെൻ്ററായ ബൂഗി സ്ട്രീറ്റിലേക്കാണ്. ആക്ച്വലി നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ മലേഷ്യ തന്നെയാണ് കേട്ടോ. അവിടെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ചീപ്പായിട്ട് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ പോയത് സിംഗപ്പൂർ വന്ന് എന്തായാലും കണ്ടിരിക്കേണ്ട സിംഗപ്പൂർ ഓഷ്യൻ ഏരിയത്തിലാണ് പോയത്. അതൊരു ഹ്യൂജ് അക്വേറിയം തന്നെയാണെന്ന് പറയാം. നമ്മൾ കാണാത്ത പല മത്സ്യങ്ങളും നമുക്കിവിടെ കാണാം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഡെക്കറേഷൻ ആയാലും സെറ്റിങ്സ് ആയാലും അതുപോലെ ഭംഗിയായിരുന്നു. എന്തായാലും മസ്റ്റ് വിസിറ്റായിട്ട് കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതുപോലെ അതിൻ്റെ ചുറ്റും നല്ലൊരു സീറ്റിംഗ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ കുറേ നേരം നമുക്ക് ഇരിക്കാം. അതുപോലെ തന്നെ ഈ സീ ഹോഴ്സൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ, ഇതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ വേറെ ഏതോ ലോകത്ത് പോയ പോലെ അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കാനായാലും അതിൻ്റെ ഡെക്കറേഷനും സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാനായിട്ട് ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. സോ ബെറ്റർ ഓപ്ഷൻ നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ഇവിടെ നിന്ന് പോണേ മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ പോയിട്ട് ടിക്കറ്റിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ചിലപ്പോൾ അവിടെ പോയിട്ട് കിട്ടിയെന്ന് തന്നെ വരില്ല. അതുകൊണ്ട് ഓൺലൈൻ ടൂർ നമ്മൾ പോണേ മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ മാത്രമല്ല കേട്ടോ, പുറത്തും നടന്ന് കാണാനായിട്ട് കുറേ ഉണ്ട്. ശരിക്കും ഒരു ഗാർഡൻ പോലെ തന്നെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയത് സെൻട്രൽ ബീച്ച് ബസാറിലേക്കാണ്. അത് അവിടെ തന്നെയാണ് കേട്ടോ. അവിടെ ഒരു വിങ്സ് ഓഫ് ഫയർ പറഞ്ഞ ഒരു ഷോ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ബീച്ചിൻ്റെ തീരത്താണ് നമ്മൾ ഈ ഷോ കാണുക. അതുപോലെ തന്നെ ഒരു ഫൗണ്ടെയിൻ, ബീച്ചിൽ ഒരു ഫൗണ്ടെയിൻ കെട്ടിയിട്ടുണ്ടാവും, അതിലായിരിക്കും ഈ ഒരു ഷോ നടക്കുന്നത്. ഭയങ്കര വേർത്തായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. സോ ഇതിൻ്റെ ടിക്കറ്റും നമ്മൾ നേരത്തെ തന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം ഇവിടെ വരാനായിട്ട്. തേർഡ് ഡേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് രാവിലെ തന്നെ മലേഷ്യക്ക് പോകാനാണ്. ആക്ച്വലി 3 ദിവസമാണ് നമ്മളവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്ന് 5 hour ജേർണിയാണ് കേട്ടോ മലേഷ്യക്ക്. നമ്മൾ റെഡ് ബസ്സാണ് ബുക്ക് ചെയ്തത്. ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ ഒരു ജേർണി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. കാരണം നമുക്കറിയാത്ത റോഡ് സ്ഥലങ്ങളൊക്കെ പുതിയതായത് കാരണം നമുക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് തന്നെ 5 hours നമുക്ക് അങ്ങനെ തോന്നുകയില്ല. നമ്മൾ വന്നിറങ്ങുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലാണ്. അവിടെ നമ്മൾ ഫുറാമ ബുക്കറ്റ് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് 1 day സ്റ്റേ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതാണ് കേട്ടോ. എന്നാൽ പിന്നെ മലേഷ്യയിലെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.